ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പിയോടുള്ള ഭയം ജനങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്നു. പുതിയൊരു വിവാദമായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ US നടത്തിയ പ്രസംഗത്തിനിടയിലാണ് അദ്ദേഹം ബി.ജെ.പിയെ പറ്റി അല്ലെങ്കിൽ ബി.ജെ.പിക്കെതിരെ നിന്ന് സംസാരിക്കുന്ന ഒരു വേദിയും അദ്ദേഹം പാഴാക്കാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം പ്രസംഗത്തിനിടെ പറഞ്ഞത് ഇതാണ്: ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നമ്മൾക്കറിയാം, കോൺഗ്രസ് ആയാലും ബി.ജെ.പി ആയാലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ഒരു മത്സരം എന്നുള്ള രീതിയിൽ രണ്ട് പാർട്ടികൾ തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായത്. അതായത് കഴിഞ്ഞ 2 തവണത്തെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ ഭൂരിപക്ഷം കിട്ടാതിരുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതായത് ബി.ജെ.പിക്ക് ഭൂരിപക്ഷം കുറഞ്ഞും കോൺഗ്രസിന് ഭൂരിപക്ഷം കൂടി നിന്ന് അങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടായ ഒരു സമയമായിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇവിടെ US നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതൊക്കെ ഇപ്പം വെറും പാഴ്വാക്കുകളായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളൊരു വാദമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് അന്നത്തെ സമയത്ത്, അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മതങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭം ഉണ്ടാക്കാനും അല്ലെങ്കിൽ മതങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാനുള്ള ശ്രമമൊക്കെ അന്ന് നരേന്ദ്രമോദി നടത്തിയിരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെയൊക്കെ അറിയിച്ചുകൊണ്ടിരുന്നത്. അപ്പം അന്ന് മതങ്ങളെ ഭിന്നിപ്പിച്ചും ഹിന്ദു മതത്തിനെ പ്രൊമോട്ട് ചെയ്തും മറ്റു മതക്കാരെ അടിച്ചു താഴ്ത്തിയുമുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ സംസാരത്തെ, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ സംസാരത്തെയും പ്രസംഗത്തെയും ഏറ്റവും കൂടുതൽ പരോക്ഷമായും പരോക്ഷമായും എല്ലാം വിമർശിച്ച ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോഴും കിട്ടുന്ന വേദികളിലെല്ലാം ബി.ജെ.പി എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരൊറ്റ വാക്കിതാണ്: അന്ന് മതങ്ങളെ തങ്ങൾ തോക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മതങ്ങളെ ഭിന്നിപ്പിച്ചും വർഗീയത സൃഷ്ടിച്ചും വോട്ടുകൾ നേടിയെടുത്തു. ഇപ്പോൾ അന്ന് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം പാഴ്വാക്കുകളാക്കി മാറ്റിയേക്കുകയാണ്. ഇപ്പോൾ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഇനി ഒട്ടും ആർക്കും ഭയവുമില്ല. പണ്ട് ബി.ജെ.പി അല്ലെങ്കിൽ RSS എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളിലൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പം അന്നും അതല്ല ഇപ്പോഴും അതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി ഭരിക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാന് പോലും ഇന്ത്യക്കകത്തേക്ക് കയറാൻ പറ്റാത്തത്, അല്ലെങ്കിൽ തീവ്രവാദം പോലും ഇന്ത്യയിൽ വളരാൻ അനുവദിക്കാത്തത് ബി.ജെ.പിയോടുള്ള ജനങ്ങളുടെ ഭയമാണ്. ഇവിടെ അധികം അഴിമതി ഉണ്ടാവാത്തതിനിടയായ സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ മുന്നേറ്റം ബി.ജെ.പിയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഉള്ള ജനങ്ങളുടെ ഭയം കുറയ്ക്കാൻ ഏറെക്കുറെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും ജനങ്ങൾക്ക് ബി.ജെ.പിയെ ഭയമില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു വാദമുണ്ട്. അത് ഇപ്പോൾ കുറച്ച് വിവാദമായിട്ട് മാറിയിട്ടുമുണ്ട്. എന്താണ് സൂര്യയുടെ അഭിപ്രായം? ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളായാലും തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഓരോ കരുനീക്കങ്ങളും അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. ഓരോ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ഡേറ്റഡ് ആണ്. പോരായിട്ട് ബി.ജെ.പിക്കെതിരെ എവിടെയൊക്കെ വാദങ്ങൾ ഉയർത്താൻ അവസരം കിട്ടുന്നു അവിടെയൊന്നും അദ്ദേഹം വിട്ടുകൊടുക്കുന്നില്ല. അതിപ്പോൾ പാർലമെന്റ് നിയമസഭയ്ക്കകത്ത് പോലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നമ്മൾ കണ്ടതാണ്. ഒരു പിടി പോലും പിന്നോട്ട് നിൽക്കാതെ പ്രധാനമന്ത്രിക്ക് നേരെയും ബി.ജെ.പിക്ക് നേരെയുള്ള ആദ്യ സമ്മേളനത്തിൽ തന്നെ 3 മണിക്കൂറോളം നീണ്ട പ്രസംഗമായിരുന്നു നമ്മൾ കണ്ടത്. അതിനുശേഷമായിരുന്നു പിന്നീട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ചെന്ന് രാഹുൽ ഗാന്ധിയുടെ പേജ് നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഓരോ ദിവസം പല രീതിയിലുള്ള ഒരു മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സമ്പർക്കം ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി. അവരുടെ ഇടയിലേക്ക് ചെന്ന് ഇതൊരു വോട്ട് സ്ട്രാറ്റജി തന്നെയാണ്. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ജനങ്ങളെ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഒരു സൈഡ് നമുക്ക് വെക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി കോൺഗ്രസിനോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് തിരിച്ച് നേടിയെടുക്കാൻ കൂടിയുള്ളൊരു പോരാട്ടമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കുള്ളിലായാലും അമേരിക്കയിലുള്ള ഇന്ത്യക്കാരോടായാലും ഇത് സംസാരിക്കുന്നതിലൂടെ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമാണ്, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് സ്ത്രീകൾക്കിടയിൽ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾക്കിടയിൽ പോയി അവരോട് സംസാരിക്കുക, പെൺകുട്ടികളോട് അടുത്ത് ചേർന്നിരുന്ന് സംസാരിക്കുക. അതായത് അവർക്ക് ഇൻസ്പിറേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക, പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റെയിൽവേ ട്രാക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ പോയി കാണുക, അവർ ചെയ്യുന്ന വർക്കുകൾ സ്വമേധ ഞാനും ചെയ്യാവുന്ന കൂട്ടത്തിൽ അവരുടെ കൂടെ നിന്ന് ചെയ്യുക. അപ്പം ആ രീതിയിൽ മിഡിൽ ക്ലാസ് ഫാമിലിയുമായിട്ടും മിഡിൽ ക്ലാസ് ആൾക്കാരുമായിട്ട് കൂടെ നിന്ന് ആ ഒരു വോട്ട് നേടിയെടുക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. പക്ഷെ മോദിജി
നരേന്ദ്രമോദി ശ്രമിക്കുന്നത് വേറൊരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 5-6 അല്ല, ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള വിദേശ രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയോടുള്ള സമീപനം എങ്ങനെയായിരുന്നു, ഇന്നത്തെ ഇന്ത്യയുടെ സമീപനം എങ്ങനെയാണെന്നുള്ളത്. ഒരു സൗഹൃദത്തിൻ്റെ പേരിലായാലും വിദേശ സന്ദർശനങ്ങൾ നടത്തുമ്പോൾ മുൻപ് ദേശീയ മാധ്യമങ്ങൾ നരേന്ദ്രമോദിയെ വിമർശിക്കുകയും പല വിവാദങ്ങൾ ആക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു നേട്ടത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിദേശ രാഷ്ട്രങ്ങളുടെ ഉപദേഷ്ടാവായിട്ടുള്ള അജിത്ത് ഇന്ന് റഷ്യ സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ഒരു സൗഹൃദം വെച്ച് പുലർത്താൻ കഴിയുന്ന ഒരു നീക്കമാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളും കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ന് ഇന്ത്യ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യ എന്ന് ഇതേ ജനം തന്നെയാണ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും 2 വേ ഓഫ് സ്ട്രാറ്റജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം അത് ജനങ്ങൾ ഭയക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭയം ഒരുപക്ഷെ കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ അവിടെ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത BJP ഒന്നും പോയിട്ടില്ല. ഇപ്പം നോർത്ത് ഇന്ത്യസ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും മോദിജി എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു രാഷ്ട്രീയ നേതാവായിട്ട് തന്നെയാണ് ഇന്നും ജനങ്ങൾ കാണുന്നത്. അവിടെ ഒരു ഭയം എന്നുള്ളത് മാറി ഒരു വിശ്വാസ്യത ചെറുതായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറേ വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് പല മേഖലകളിലായിട്ട് ചെറിയ രീതിയിൽ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന പേര് യുദ്ധ ചർച്ചകൾക്ക് പോലും സമാധാന ചർച്ചകൾക്ക് പോലും ഇന്ത്യ എന്ന പേര് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ത്യക്ക് ഒരു നേട്ടമായി തന്നെ കാണാവുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം US നടത്തിയൊരു പ്രസംഗത്തിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം തന്നെ ഉണ്ടായിരിക്കുന്നത്. അവിടെ തന്നെ കോൺഗ്രസിന്റെ ഓവർസീസ് അധ്യക്ഷനായിട്ടുള്ള സാം പെട്രോഡ ഇദ്ദേഹത്തിന്റെ, അതായത് നമ്മുടെ രാഹുൽ ഗാന്ധിയെ പറ്റി അല്ലെങ്കിൽ കുറച്ചൊന്ന് പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് BJP ഇട്ട പേരാണ് രാഹുൽ ഗാന്ധിക്ക് പപ്പുമോൻ എന്നുള്ള പേര്. നമുക്ക് എല്ലാവർക്കും അറിയാം, പപ്പുമോൻ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വട്ടപ്പേരെന്നുള്ളത്. അപ്പം ആ ഒരു പേര് ഇപ്പോൾ BJP പോലും വിളിക്കാതായിരിക്കുന്നു. കാര്യം അത്രത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത്രത്തോളം അദ്ദേഹത്തിന്റെ പേര് ബൂസ്റ്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രശസ്തി ആർജിച്ചിരിക്കുന്നു. അതുകൊണ്ട് BJP ഇട്ട പേര് തന്നെ BJP ഇപ്പൊ വിളിക്കാറില്ല, പപ്പു എന്നുള്ള പേര് വിളിക്കാറില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിന്റെ പ്രധാന കാരണം തന്നെ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 4000 കിലോമീറ്റർ ഇന്ത്യയിലുടനീളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, അതായത് ചെറിയ ആൾക്കാർ, വളരെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്കിടയിലായാലും മറ്റെല്ലാ ഭാഗങ്ങളിലും നടന്നു ചെന്ന് 4000 കിലോമീറ്റർ നടന്നു സഞ്ചരിച്ച ഭാരത് ജോഡോ യാത്രയുടെ ഒരു പ്രതിഫലനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പേര്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിന് അദ്ദേഹം അർഹനല്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു എന്നാണ് സാം പെട്രോഡോ പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അതേസമയത്ത് തന്നെ രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പണ്ട് നരേന്ദ്രമോദി പാർലമെന്റിലൊക്കെ എൻട്രി ചെയ്യുമ്പോൾ, ഇപ്പം പണ്ട് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടുണ്ട്, പാർലമെന്റിലേക്ക് നരേന്ദ്രമോദി വരുമ്പോൾ ഒരു ചക്രവർത്തി വരുന്നൊരു ഫീലാണ്. അത്രത്തോളം പ്രൗഢമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അതിൻ്റെ ഒരു എൻട്രി വരുമ്പോൾ തന്നെ നമുക്ക് എഴുന്നേക്കാൻ തോന്നും. ഒരു ദൈവികമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ്, അതായത് ഒരു അന്തരീക്ഷം വരും എന്നാണ് പറയുന്നത് ഈ നരേന്ദ്രമോദി പാർലമെന്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ. അപ്പൊ അതേ ഡയലോഗ് തന്നെയാണ് ഇവിടെ രാഹുൽ ഗാന്ധിയും പറയുന്നത്. അദ്ദേഹം ഒരു 56 ഇഞ്ച് നെഞ്ചു വിരിവോടെ അദ്ദേഹം പാർലമെന്റിലേക്ക് വരുമ്പോൾ ഒരു ദൈവീകതയാണ് ഫീൽ ആവുന്നത്. പക്ഷേ അതൊക്കെ വെറും ചരിത്രം മാത്രമാണ്. ഇപ്പൊ അതൊന്നുമില്ല. കാര്യം ആദ്യം അദ്ദേഹം ഭരണത്തിലേറിയ സമയത്തായിരുന്നു ഇങ്ങനെയൊരു നമുക്കൊരു പ്രതീകാത്മകത തോന്നിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. വോട്ടിന് വേണ്ടി എന്തും ചെയ്യും, എന്തും പറയും. അത് ഇപ്പം കാലം പഴകും തോറുമാണല്ലോ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ പരാമർശം. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള പല വിഭാഗങ്ങളെയും പല തട്ടിൽ തന്നെയാണ് അദ്ദേഹം കാണുന്നതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം. അതായത് അദ്ദേഹത്തിന് മണിപ്പൂരി, മറാത്തി, അങ്ങനെ കുറച്ച് ഭാഷകളിലുള്ള ജനങ്ങളെ, അപ്പം നമ്മളുടെ ഇന്ത്യയിൽ വിവിധ തരം ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുണ്ട്. അതിൽ ചില ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളോട് ഒരു വിരോധം വെച്ച് പുലർത്തുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. പല തട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെയും പല രീതിയിൽ കാണുന്ന ഒരു മനോഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം തെളിയിച്ചതുമാണ്. പിന്നെ മുസ്ലിങ്ങളോട് ഒരു വിരോധം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പരാമർശങ്ങൾ BJPക്ക് നേരെയും നരേന്ദ്രമോദിക്ക് നേരെയും തൊടുത്തുവിട്ട വ്യക്തിയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. അതുമാത്രമല്ല, ഈ സാം പെട്രോഡ എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ട് US ഇപ്പം വലിയ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തെ പറ്റി ഒരു പരാമർശം, പണ്ട് ഇദ്ദേഹം സൗത്ത് ഇന്ത്യൻസിനെ, അതായത് നമ്മൾ ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻസിനെ, സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ് അവിടെ ഒരു വർഗവിവേചനം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഈ സാം പെട്രോഡോ.
അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നരേന്ദ്രമോദി. നമ്മുടെ രാജ്യത്തിലെ ആൾക്കാരെ പല തട്ടിലാണ് കാണുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ടുള്ള വാക്കുകളുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പം ഗുരുവും ശിഷ്യനും എത്രത്തോളം വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്.